guys. നമ്മളിപ്പം ചെറിയ ഡ്രൈവിന് പോവാം കാർ ഓടിക്കാൻ വയസ്സ്. അപ്പൊ നമുക്ക് ഡ്രൈവിന് പോകുമ്പോ വഴിയെ കാണാം. സഭയിൽ പോകും. സഭയോ? ഇപ്പഴല്ലേ കാപ്പ കഴിച്ചത്. ഓക്കേ. ചെറിയ ഡ്രൈവ് ധ്രുവന്റെ അടുത്ത് ഞാൻ ഇന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നഴ്സറിയിൽ നിന്ന് വരുമ്പോൾ ഗുഡ് ബോയ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ പ്രോമിസ് ചെയ്തു. 1, അവനെ ഡ്രൈവ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. സെക്കൻഡ്, എങ്ങനെ ബോണറ്റ് നമുക്ക് തുറക്കണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. 3, എങ്ങനെ നമ്മളുടെ ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു. അവന് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കി ജ്യോതി പറയും. എവിടെ പോവാണ് ധ്രുവ? ബാക്കി ധ്രുവൻ പറയും. ഡൈവിന് പോവാണ് നമ്മളിപ്പോ അല്ലേ? എവിടെയാണ് ഡൈവിന് പോകുന്നേ? ഓക്കേ, 9:30. ഇവിടെ 9:30 ആകാറാകുമ്പോഴാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. 9:30 എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ ഒരു 5:45, 6 മണി ആ ഒരു പരുവാവത്തേ ഉള്ളൂ. സമ്മർ കൂടുതലും നമുക്ക് ഡേ ലൈറ്റ് കൂടുതലാണ്. നമ്മളങ്ങനെ ഗ്ലാസ്ഗോ സിറ്റി സെൻറ്റർ എത്തിയിട്ടുണ്ട്. രക്ഷയില്ല. ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. നൈറ്റ് ലൈഫ് വേറെ ഒരു വൈബാണ്. ഭയങ്കര രസമാണ്. ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസണിലെ ഓരോരോ കഥകൾ പറയുന്നവരാണ് ഇവിടെ. ഓരോരോ ബിൽഡിങ് ട്രെയിന് പോണത് ചളുവായിട്ട് തോന്നും. അതാണ് മേളിക്കൂടെ ട്രെയിൻ പോകുന്നത് കാണാം. കുഞ്ഞു രീതിയിൽ പോകുന്നതാണ്. ഇതാണ് നമ്മളുടെ ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷൻ. ഗൈസ് കാണാമോ? താഴെക്കൂടെ ബസ് പോകുന്നു, മേളിക്കൂടെ ട്രെയിൻ പോകുന്നു. ഇവിടെ പിന്നെ മുക്കിന് ട്രാഫിക് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തിയേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ മുക്കിന് ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെ മൊത്തം. ഗൈസ് നോക്കിക്കേ, ഇവിടെ മൊത്തം ഇങ്ങനെ എന്നുവെച്ചാൽ ഓൾഡ് ബിൽഡിങ്ങുകളാണ്. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എത്ര വർഷമൊക്കെ ഇതിൽ കാണിക്കുന്നേ? നല്ല പഴക്കമുണ്ട്. അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. രാത്രി ഗ്ലാസ്ഗോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ലൈഫ് എന്നൊക്കെ പറയണത് ഗ്ലാസ്ഗോയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമാണ്. അവരുടെ ഈ ഒരു കൺസ്ട്രക്ഷനും ഉപയോഗിക്കുന്ന സ്റ്റോൺസും കാണിച്ചു കൊടുത്തേ ചോദിച്ചു. അതിൻ്റെയൊക്കെ ആ ഒരു എലഗൻസ് എന്താണെന്നുള്ളത് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഗ്ലാസ്ഗോ മെയിൻ സ്ട്രീറ്റിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും കടയും കമ്പോളങ്ങളും കൂടുതലും ബാറും കാര്യങ്ങളുമാണ്. ആൾക്കാർ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ കടകളെല്ലാം അടയ്ക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബാറും റെസ്റ്റോറൻറ്റും ഒഴിച്ച് ഏകദേശം എല്ലാം അടയ്ക്കും. അവര് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ കുറച്ച് സമയം ജോലി ചെയ്യും. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളെ നാട്ടിലെ പോലെ കട തുടങ്ങാനോ അങ്ങനെയൊന്നുമല്ല. അവർ ഒരു ടിപ്പിക്കൽ ടൈമുണ്ട്. സേ ലൈക്ക് 9 to 5 4 to 8 ആ സമയത്ത് നമ്മൾ പോവുക. 5 മണിക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സർവീസ് കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. കാരണം അവർ ഒരു ലൈഫേ ഉള്ളൂ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. രക്ഷയില്ല. ഭയങ്കര രസമാണ് ഇവരുടെ പല കാര്യങ്ങളും. നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മൊത്തം പ്ലാൻഡ് ആണ്. അവര് ഇപ്പൊ ഒരു ഗ്രോസറി ഷോപ്പിൽ പോവാണ്, സാധനം വാങ്ങിക്കാൻ പോവാണ്. മൊത്തത്തെ അവര് പ്ലാൻ ചെയ്തേ അവര് പോകത്തുള്ളൂ അല്ലേ? നമ്മളെപ്പോലെ നമ്മൾ പിന്നെ ഒരു ചെറിയ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗ്രോസറിയിൽ പോവും. എന്നിട്ട് ഒരു കുമ്പാരം സാധനങ്ങളുമായിട്ട് വരും. വെറുതെ പൈസയും ചിലവാകും. അത് നമ്മൾ എല്ലാ ദിവസവും പോയി ഓരോരോ സാധനം വാങ്ങിക്കാനായിട്ട്
എല്ലാ ദിവസവും പോകും. പക്ഷേ നമ്മൾ പോകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവര് അത് മാത്രമല്ല, അവരുടെ ഇപ്പം ജ്യോതി പറഞ്ഞ പ്ലാൻ എന്ന് പറയുമ്പോഴും അവരൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിൽ പോയാലും അവർ കൊണ്ടുവരുന്ന ബാഗ് അവരത് അറേഞ്ച് ചെയ്യുന്നത് ബൂട്ട് സ്പേസിനകത്ത് ഇതെല്ലാം വെച്ച് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടാണ് അവർ ആ ഒരു മാസത്തേക്കുള്ള പ്ലാനിങ് ചെയ്തിട്ട് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ അവർക്കത് കിട്ടിത്തുടങ്ങുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കും. പാരൻസിനെ കണ്ട് വളരുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കുറച്ചും കൂടെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് പല സാധനങ്ങളും മേടിക്കും. അതിനെക്കാട്ടി നല്ലത് ഒറ്റ ടേക്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങേണ്ടി വരില്ലല്ലോ. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലും ഉണ്ടാവും. ഈ പാലും മുട്ടയും ഇങ്ങനത്തെ സാധനങ്ങളും മാത്രമായിരിക്കും അതും അവരെനിക്ക് തോന്നുന്നത് കൂടുതൽ മേടിച്ച് വെക്കുമായിരിക്കും. ഇവിടെ പാലൊക്കെ കുറേ ദിവസമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളും ഉണ്ട്, നമ്മളിൽ നിന്നും അവർക്ക് കണ്ടുപിടിക്കാനും കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു മിക്സഡ് ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ നല്ലതിനെ നമ്മൾ എടുക്കുക അല്ലേ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡ്രൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഞാൻ എന്റെ പ്രോമിസ് നിറവേറ്റിയിട്ടുണ്ട് ധ്രുവിന് വേണ്ടിയിട്ട്. കാരണം പറഞ്ഞ കാര്യമാണ് ഒന്നേ ആയുള്ളൂ കേട്ടോ. ഇനിയുള്ള 2 കാര്യങ്ങൾ എളുപ്പം. അവിടെ നിർത്തിയിട്ട് അവന് വണ്ടി ഓട്ടിക്കണം, ജസ്റ്റ് അതും പിന്നെ ബൂട്ട് സ്പേസും ബോണറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. 3 കാര്യങ്ങളാണ്. അപ്പം നമ്മൾക്ക് ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമുക്കിനി പുതിയൊരു കാര്യങ്ങളുമായിട്ട് പുതിയൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും ബൈ പറ. Bye. Bye. Good night.